8 പീസ് വരുന്ന സ്റ്റീംഡ് ചിക്കൻ മോമോസും പിന്നെ അതിൻ്റെ കൂടെ ചട്നി സോസ്. നല്ല തിരക്കുണ്ട് ഗൈസ് ഉണ്ട് മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിൽ. ഗുഡ് മോർണിംഗ് ഗൈസ്, എക്സോട്ടിക് പീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ജമ്മു കാശ്മീരിലെ ഉധംപൂരിൽ നിന്നും ന്യൂഡൽഹിയിലേക്ക് പോകുന്ന ട്രെയിനിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഇപ്പോൾ പഞ്ചാബ് ഹരിയാന ബോർഡറായ ദുരിയിലെത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഞങ്ങളിതാ ഇപ്പോൾ ഉധംപൂരിൽ നിന്ന് ട്രെയിൻ കയറിയിട്ട് ഇപ്പോൾ അടുത്ത ദിവസം ആണ് കയറിയത്. ലോക്കൽ ട്രെയിനിലാണ്, അതേ ഉള്ളൂ. രാത്രി ലേറ്റായി പോയതുകൊണ്ട് ലോക്കൽ ട്രെയിനിൽ കയറാൻ പറ്റും. ഇത് ഓൾമോസ്റ്റ് 14 മണിക്കൂർ എടുക്കുന്നുണ്ട് കേട്ടോ ഡൽഹിയിലെത്താൻ. ഇപ്പോൾ ഹരിയാനയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഹരിയാനയോ പഞ്ചാബോ എവിടെ കൂടെയോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരെ 1:30 ഉച്ചയ്ക്ക് 1:30 കൂടെ നമ്മൾ ഡൽഹി എത്തുള്ളൂ. നമ്മുടെ മച്ചാന്മാരെല്ലാം ഉണ്ട്. ശ്രീരാജ് മച്ചാനുണ്ട്, അരുൺ മച്ചാൻ എന്തായിരിക്കുന്നുണ്ട്, അഖിൽ മച്ചാൻ അപ്പുറത്തുണ്ട്. ട്രെയിനിൽ ഇപ്പോഴും തിരക്കിനൊരു കുറവൊന്നുമില്ല. എല്ലാവരും ഇങ്ങനെ ഇപ്പോഴും കൂടിക്കിടന്ന് ഉറക്കവും പിന്നെ ചെറിയ തണുപ്പൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ജാക്കറ്റൊക്കെ മാറ്റി നല്ലൊരു സുഖമുള്ളൊരു വെയിലൊക്കെ വരുന്നുണ്ട്. ഇനി അങ്ങോട്ട് എന്തായാലും നമ്മുടെ നോർമൽ ക്ലൈമറ്റിലേക്ക് മാറും. ഓക്കെ, എന്തായാലും ഇപ്പോൾ ഇനി ഡൽഹി എത്തിയിട്ട് കാണാം. എൻ്റെ ഈ ഒരു കാശ്മീരിലെ സോളോ ട്രിപ്പ് എന്ന് പറയുന്നത് അങ്ങേയറ്റം സന്തോഷകരമായ ഒരു യാത്രയായിരുന്നു. ഞാൻ എല്ലാവരോടും ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കാശ്മീർ. കാരണം വേറൊന്നുമല്ല, നമ്മുടെ കേരളത്തിലെ കൊടും ചൂടിൽ നിന്ന് നമുക്കൊരു ആശ്വാസം മാത്രമല്ല, നമുക്ക് ഏത് കാലാവസ്ഥയിൽ പോയാലും അങ്ങേയറ്റം ആസ്വദിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കാഴ്ചകളുള്ള ഒരു വലിയൊരു സ്ഥലമാണ് കാശ്മീർ. നമ്മുടെ തിരക്കിട്ട ജീവിതത്തിൻ്റെയും നെട്ടോട്ടങ്ങളുടെ ഇടയിൽ നിന്ന് മാറി ഒരു 10 ദിവസം നിങ്ങൾക്ക് മാറ്റി വയ്ക്കാനുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കാശ്മീരിലെ കാഴ്ചകളൊക്കെ കണ്ടുവരാം. ഗൈസ് ഇപ്പോൾ 1:30 ആയിട്ടുണ്ട് ഉച്ചയ്ക്ക്. ഇപ്പോൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ എത്താറായി. ഞാൻ എന്താ ഇവിടെ ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇവർ 3 പേരും നിസാമുദ്ദീൻ, അതായത് ഡൽഹി കഴിഞ്ഞുള്ള അടുത്ത സ്റ്റേഷനിലാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ഇവരോട് വിട പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് നാട്ടിൽ വെച്ച് നമുക്ക് ഒരുമിച്ച് കാണാം അല്ലേ? അതെ, നിങ്ങളെ തന്നെ കാണിച്ചത്. ഇതാണ് അഖിൽ മച്ചാൻ, ഇത് അരുൺ മച്ചാൻ, ഇത് ശ്രീരാജ് മച്ചാൻ. ഓക്കെ മച്ചാൻ പറയാം. ഗൈസ് ഇപ്പോൾ ഉച്ചയ്ക്ക് 2 മണിയായി. അങ്ങനെ 4 ദിവസത്തെ കാശ്മീർ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ അതെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കണ്ടില്ല, നല്ല തിരക്കുണ്ട് കേട്ടോ. നടക്കാൻ പോലും സ്ഥലമില്ല, കാരണം എല്ലായിടത്തും ആൾക്കാരിങ്ങനെ കൂട്ടം കൂടി ഇരിക്കുന്നുണ്ട്. മഹാകുംഭമേളയൊക്കെ നടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല റഷ് ഉണ്ട് ഇവിടെ. ഇനി ഇവിടെ നിന്ന് പുറത്തിറങ്ങി ഒന്ന് ഫുഡ് കഴിക്കണം. പിന്നെ പറ്റുമെങ്കിൽ ഇന്ന് ഇപ്പോൾ തന്നെ ഒന്ന് ഫ്രഷ് ആവണം, കുളിക്കണം. 2 ദിവസമായി കുളിച്ചിട്ട്, ഉള്ള കാര്യം പറയാമല്ലോ. ഇന്നലെ വരെ ഞാനൊന്നും കുളിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ലഗേജൊക്കെ ആദ്യം ക്ലോക്ക് റൂമിൽ വയ്ക്കാൻ പറ്റുമോ നോക്കട്ടെ. ഞാനിവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ ക്ലോക്ക് റൂമിലാണ് കേട്ടോ ലഗേജ് വെച്ചേക്കുന്നത്. അപ്പോൾ അതാണില്ലേ 40 രൂപയാണ് റേറ്റ്. ഒരു ദിവസം വരെ നമുക്കിവിടെ വയ്ക്കാം. 40 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി നേരെ ഇവിടെ നിന്ന് പുറത്തിറങ്ങി റെഡ് ഫോർട്ടിലേക്ക് പോകാനാണ് എൻ്റെ അടുത്ത പരിപാടി. റെഡ് ഫോർട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു ഗുരുദ്വാരം ഉണ്ട്. അപ്പോൾ അവിടെ പോയി ഫുഡും കഴിക്കണം, റെഡ് ഫോർട്ടിലും പോകണം. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇനി മെട്രോ പിടിക്കണം. മെട്രോ സ്റ്റേഷനിലേക്ക് പോവാണ്. മെട്രോ സ്റ്റേഷനിലേക്ക് കയറിയിട്ട് 2 മെട്രോ മാറി കയറണം, 2 ലൈൻ മാറി കയറണം. അപ്പോൾ നേരെ ഇനി മെട്രോയിലേക്ക് പോകാൻ. ഗൈസ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇന്നലെ രാത്രി ഉധംപൂരിൽ നിന്ന് കയറിയിട്ട് ഇന്ന് 14 മണിക്കൂർ ട്രാവൽ ചെയ്ത് വന്ന് എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇന്നലെ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റിയില്ല. 210 രൂപയാണ് ടിക്കറ്റിൻ്റെ ചാർജ്. അത് ലാഭിച്ചു. നമ്മളായിട്ട് ടിക്കറ്റ് മനഃപൂർവ്വം എടുക്കാത്തതല്ല. അവിടെ പോയപ്പോഴത്തേക്കും ട്രെയിൻ എടുക്കാറായി. നിങ്ങൾ ഇപ്പോൾ ടിക്കറ്റ് എടുക്കുമെന്ന് അവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിലിരിക്കുന്ന പുള്ളിക്കാരൻ പറഞ്ഞു. ടിക്കറ്റ് എടുത്താൽ നിങ്ങൾക്ക് ഓടിക്കയറാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ നമ്മൾ ഓടിക്കയറി. അതുകൊണ്ട് ടിക്കറ്റ് അവർ തന്നില്ല. അതുകൊണ്ട് TTR വരുമ്പോൾ പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത്. സോ TTR ഒന്നും വന്നുമില്ല, നമ്മൾ ടിക്കറ്റ് എടുത്തുമില്ല. അങ്ങനെ ഒരാൾ 210 രൂപ വെച്ച് നമ്മൾ 4 പേരും ലാഭിച്ചു കേട്ടോ. ഗൈസ് ഇപ്പോൾ റെഡ് ഫോർട്ടിലേക്ക് പോകാനായിട്ട് ഞാനിപ്പോൾ മെട്രോയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. വെറും 10 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ നിന്ന് ന്യൂഡൽഹിയിൽ നിന്ന്. അതായത് 2 ലൈന് മാറിക്കിടണം. ന്യൂഡൽഹിയിൽ നിന്ന് യെല്ലോ ലൈനിൽ നമ്മൾ ന്യൂഡൽഹി മെട്രോ സ്റ്റേഷനിൽ നിന്നും കാശ്മീരി ഗേറ്റ് വരെയുള്ള സ്റ്റോപ്പിൽ യെല്ലോ ലൈനിൽ പോവുക. എന്നിട്ട് അവിടെ നിന്ന് ലൈൻ ചേഞ്ച് ചെയ്തിട്ട് വയലറ്റ് ലൈനിൽ കയറിയിട്ട് അടുത്തുള്ള സ്റ്റോപ്പായ ലാൽ കോയിലിൽ ഇറങ്ങുക. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അവിടെ നിന്ന് ഒരു 500 മീറ്റർ മാറിക്കഴിഞ്ഞാൽ റെഡ് ഫോർട്ട് എത്തും കേട്ടോ. അപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഗുരുദ്വാരയും. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടി ഇപ്പോൾ പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ വേണ്ടി പോവാം. വീഡിയോ നോ ഫോർ ദിസ്. ഇവിടുന്ന് മോമോസ് വാങ്ങിക്കാനുള്ള പരിപാടിയാണ് ഗൈസ്. ഞാനിപ്പോൾ ഇവിടുന്ന് മോമോസ് വാങ്ങിച്ചു. ഈ വല സൈഡിൽ കാണുന്ന കടയിൽ നിന്ന് ചിക്കൻ മോമോസ് 8 പീസിന് 60 രൂപയാണ് കേട്ടോ. ഇതാണ് ചിക്കൻ മോമോസ് ഉണ്ട്. 8 പീസ് വരുന്ന സ്റ്റീംഡ് ചിക്കൻ മോമോസും പിന്നെ അതിൻ്റെ കൂടെ ചട്നി സോസ്.
60 രൂപ റേറ്റ്. കൊള്ളാം, നല്ല ചൂടുണ്ട്. മെട്രോ സ്റ്റേഷനകത്ത് അത്യാവശ്യം ചീപ്പായിട്ടുള്ള ഇതുപോലെ ബർഗർ, സാൻഡ്വിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. നല്ല ചീപ്പാണ്. മെട്രോ സ്റ്റേഷൻ കാണാൻ നല്ല ഇൻ്റർനാഷണൽ ലുക്കിലും ലെവലിലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും അതിനകത്ത് ഒരുപാട് നമുക്ക് സ്ട്രീറ്റ് ഫുഡ്സും അതുപോലെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആഹാരങ്ങൾ ഒരുപാട് കിട്ടും കേട്ടോ. ഗൈസ്, ഞാനിപ്പോൾ മെട്രോ അടിച്ചിട്ട് ന്യൂഡൽഹിയിൽ നിന്ന് കാശ്മീരി ഗേറ്റ് മെട്രോ സ്റ്റേഷനിൽ വന്നെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അടുത്ത സ്റ്റോപ്പാണ്, അത് ഇവിടെ നിന്ന് വയലറ്റ് ലൈൻ മാറി കയറിയിട്ട് അടുത്ത സ്റ്റോപ്പാണ് ലാൽ കില റൈറ്റ്, ലാൽ കില എന്നാണ് പേര്. നല്ല തിരക്കുണ്ട്, കണ്ടില്ലേ, നല്ല റഷുണ്ട്, നല്ല തിരക്കുണ്ട് ഗൈസ് ഉണ്ട് മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിൽ. Say hi, bhai. लाइव है भाई, यो कौन सी पे लाइव चैनल तो बता कौन सा तुम्हारा. ഗൈസ്, ഞാനിപ്പോൾ ലാൽ കില എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷൻ്റെ മുന്നിലേക്ക് ഇതാ പാസേജ് വഴി ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് മുന്നിൽ കാണുന്നതാണ് റെഡ് ഫോർട്ട്. ഇതാ കണ്ടില്ലേ, ഇതാണ് ചരിത്ര പ്രസിദ്ധമായ റെഡ് ഫോർട്ട്, ചെങ്കോട്ട. ഗൈസ്, ഇവിടെ തൊട്ടടുത്ത് തന്നെ ഗഞ്ച് സാഹിബ് ഗുരുദ്വാര എന്ന് പറഞ്ഞിട്ട് ഒരു ഗുരുദ്വാര ഉണ്ട്. അവിടെ പോയി എനിക്ക് ഫുഡ് എന്തെങ്കിലും കഴിക്കണം, എന്നിട്ട് നമുക്ക് റെഡ് ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോകാം. നല്ല റഷ് ഉണ്ട് കേട്ടോ, നല്ല ആൾക്കാരുണ്ട്, ജനത്തിരക്ക് നല്ലതുപോലെ ഉണ്ട്. എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിലാണിപ്പോൾ. വെയിലുണ്ടെങ്കിൽ ചെറിയൊരു തണുത്ത കാറ്റേ ഉള്ളൂ, പക്ഷേ ഹെവി വെയിലാണിപ്പോൾ. ഇവിടെയൊക്കെ ഫുള്ള് റിക്ഷാസാണ് കേട്ടോ. ചെറുതും വലുതുമായിട്ടുള്ള സാധാരണ ഓട്ടോയും ഉണ്ട്, പിന്നെ റിക്ഷാസും ഉണ്ട്. ഗൈസ്, റെഡ് ഫോർട്ടിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ ചാന്ദിനി ചൗക്ക് മാർക്കറ്റ്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കണേ കേട്ടോ. ഞാനിപ്പോൾ ചാന്ദിനി ചൗക്ക് മാർക്കറ്റിൻ്റെ ഉള്ളിൽ, ഇതാണ് ഈ ഒരു സ്ട്രീറ്റാണ് ചാന്ദിനി ചൗക്കിൻ്റെ മെയിൻ സ്ട്രീറ്റ്. അപ്പോൾ എനിക്ക് പോകേണ്ട ഗുരുദ്വാരയും തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ പിന്നെ എല്ലാം കൂടെ ഒരുമിച്ച് കണ്ടു പോകാമല്ലോ. നീളത്തിലുള്ള കുൽഫി ഉണ്ടല്ലേ, ഇതാണ്ടല്ലേ കുൽഫി ഉണ്ടോ. 30 രൂപ കേട്ടോ കുൽഫിയുടെ റേറ്റ്. നല്ല നീളമുള്ള, എത്രയും നീളമുള്ള കുൽഫി. सैंडविच और ब्रेड ऑमलेट वेज है, ऑमलेट नहीं है, मूंगलेट है, मूंगलेट. ഞാനിതാ ഗുരുദ്വാര എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് സ്ഥലം. അങ്ങനെ ഗുരുദ്വാരയിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ തിരിച്ചതാ തെരുവിലേക്ക് ഇറങ്ങി. നമ്മളെ മുന്നിൽ കാണുന്നതാണ് കേട്ടോ റെഡ് ഫോർട്ട്. ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോവാം. ഇവിടുത്തെ തിരക്ക് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഗൈസ്, ഇപ്പോൾ 4:15 എത്ര മണിയുടെ ഉള്ളിൽ പ്രവേശനം ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഞാനൊന്ന് കയറി ടിക്കറ്റ് കൗണ്ടറിൽ അവിടെ പോയി ചോദിച്ചു നോക്കട്ടെ. ഗൈസ്, റെഡ് ഫോർട്ടിൻ്റെ ഉള്ളിൽ കയറാനുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 50 രൂപയാണ് റേറ്റ്. ഇത് വിത്തൗട്ട് മ്യൂസിയമാണ്. മ്യൂസിയത്തിൽ കയറണമെന്നുണ്ടെങ്കിൽ ഒരു 30 രൂപ കൂടെ കൊടുക്കണം. അതായത്
80 രൂപയാണ് മ്യൂസിയത്തിലും കൂടെ കയറണമെന്നുണ്ടെങ്കിൽ ചാർജ്. മ്യൂസിയം എന്താണെന്നോ അതിനകത്ത് എന്താണെന്നോ എനിക്കറിയില്ല. അപ്പോൾ ഞാനിപ്പോൾ വിത്തൗട്ട് മ്യൂസിയം എടുത്തത്. കാരണം ഇപ്പോൾ തന്നെ 4:30 ആകുമ്പോൾ പോകുന്നുണ്ട്, ലേറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് വിത്തൗട്ട് മ്യൂസിയം ടിക്കറ്റാണ് എടുത്തേക്കുന്നത്. ഓക്കെ ഫൈൻ. അപ്പോൾ ആ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോകണം കേട്ടോ. ദൂരെ നിന്ന് കാണുമ്പോൾ ഇല്ല, അടുത്ത് നോക്കുമ്പോൾ നല്ല വലിപ്പം തോന്നിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു മതിൽ കണ്ടോ. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. ഇതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത്, എനിക്ക് അതിനെപ്പറ്റിയൊന്നും കൂടുതൽ അറിയില്ല. കാരണം ഡൽഹിയിൽ ഇതിനു മുമ്പ് 2 തവണ വന്നപ്പോഴും ഡൽഹിയിൽ 1-2 സ്ഥലങ്ങൾ മാത്രമേ ഞാൻ പോയുള്ളൂ. അതുപോലെ റെഡ് ഫോർട്ട്, അതുപോലെ ഹുമയൂൺസ് ടോംബ്, കുത്തബ് മിനാർ, അവിടെ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണ എന്തായാലും റെഡ് ഫോർട്ട് കണ്ടിട്ട് വന്നു കരുതി. പ്രവേശന കവാടം എന്ന് പറയുന്നത് ഇതുപോലൊരു ജയിൽ പോലത്തെ സംഭവം കേട്ടോ. ചുറ്റും ചുവപ്പ്, അതായത് റെഡ് ഫോർട്ട് ഫുൾ ചെങ്കോട്ട എന്ന് പറയുന്നത് ഫുൾ ചുവപ്പാണ്. ഈ ഒരു നിർമ്മിതി മുഴുവൻ, ഈ ഒരു കോട്ട മുഴുവൻ. ഗൈസ്, ചെങ്കോട്ടയുടെ പുറം മാത്രമേ ചുവപ്പുള്ളൂ കേട്ടോ, ഉള്ളിലൊക്കെ ഇതായിട്ടില്ല. വൈറ്റും ഇതുപോലുള്ള നിർമ്മിതിയൊക്കെയാണ് കണ്ടോ. करेंगे 10% घर कितना होता है, कितना होता है 10% റെഡ് ഫോർട്ടിൻ്റെ ഉള്ളിൽ കൂടെ പ്രവേശിച്ച് നമ്മൾ നേരെ ഇറങ്ങുന്നത് ഇതുപോലുള്ള ഓപ്പൺ സ്പേസിലേക്കാണ്, ഒരു പാർക്കിലേക്കാണ് കേട്ടോ. അടുത്ത് പിന്നെയും പോകാനുള്ള സ്ഥലമുണ്ട്. 2 സൈഡിലും നല്ല വിശാലമായ മൈതാനം പോലെ കിടക്കുന്നുണ്ട്. ഗൈസ്, ഇതാണ് കേട്ടോ റെഡ് ഫോർട്ടിൻ്റെ ബാക്ക് സൈഡ്. നമ്മുടെ മുന്നിൽ നിന്ന് കാണുന്നതിൻ്റെ പുറം സൈഡാണ് ഈ കാണുന്ന അത്രയും. അത് കഴിഞ്ഞ് പിന്നെയും ഒരു നിർമ്മിതിയുണ്ട്, ഒരു കൊട്ടാരം പോലെ ചെറിയൊരു, ചെറുതല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു ഏരിയ ഉണ്ട്. ഗൈസ്, ഇതുവഴി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ മ്യൂസിയം ഒക്കെ ഈ ഒരു ഏരിയയിലാണ്. അവിടെ 3 മ്യൂസിയം ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ ഈ ഒരു നിർമ്മിതിയുടെ ബാക്ക് സൈഡിൽ പിന്നെ മുംതാസ് മഹലുണ്ട്. പിന്നെ അവിടെ 1-2 മഹൽസും മസ്ജിദും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പട്ടാളക്കാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ മ്യൂസിയം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കയറാൻ പറ്റില്ല, ഇവിടെ അപ്പുറത്തൊന്നും കയറാൻ പറ്റില്ല. ഗൈസ്, ഇവിടെ മ്യൂസിയത്തിൽ കയറി ഇറങ്ങിയവർ പറയുന്നത് കാണാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ലാന്ന് വെച്ചാൽ കുറച്ച് പടങ്ങൾ മാത്രം ഇങ്ങനെ ചുവലിടിച്ച് വെച്ചേക്കുന്നു എന്നല്ലാതെ നമുക്ക് അല്ലാത്ത എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒന്നുമില്ല. ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, അതുകൊണ്ട് കയറണ്ട എന്നാണ് കൂടുതൽ ഇറങ്ങിയ ആൾക്കാരും പറയുന്നത്. പിന്നെ ഞാൻ നേരെ ഇനി കുറച്ച് സ്ഥലങ്ങളും കൂടെ കാണാനുണ്ട്. അവിടെ ഒരു മന്ദിരമുണ്ട്, അതിൻ്റെ ബാക്കിൽ 1-2 സ്ഥലങ്ങളൊക്കെ ഉണ്ട്. മഹൽ, എന്തോ ഒരു മഹലാണ്, മുംതാസ് മഹലാണോ എന്ന് എനിക്കറിയില്ല. അങ്ങോട്ട് പോയി നോക്കാം നമുക്ക്. കാരണം ഡൽഹിയിൽ ഇതുപോലുള്ള സ്ഥലങ്ങൾ വരുമ്പോഴത്തേക്കും അതിൻ്റെ ചരിത്രമൊന്നും ഞാൻ അന്വേഷിക്കാറില്ല കേസ്. ചരിത്രം അറിയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടല്ല, കാരണം കൂടുതൽ അതിനെക്കുറിച്ച് എനിക്ക് എനിക്ക് എത്രത്തോളം ആധികാരികമായിട്ട് പറയാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. പക്ഷേ ഇതുള്ള കാഴ്ചകളൊക്കെ കാണാൻ ഇഷ്ടമാണ്. കൂടുതൽ ആൾക്കാരിടുന്ന സ്ഥലമല്ലേ,
പിന്നെ നമ്മുടെ ചരിത്ര പ്രധാനമായ ഇന്ത്യയുടെ ഇന്ത്യയുടെ ബാക്ക് ബോൺ എന്നുള്ള രീതിയിൽ തന്നെയുള്ള കുറച്ച് സ്ഥലങ്ങളാണല്ലോ ഇതൊക്കെ. അപ്പോൾ അതൊക്കെ ഒരു തവണയെങ്കിലും കണ്ടിരിക്കുന്നത് നല്ലതാണ്. റെഡ് ഫോർട്ടിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു കോംപ്ലക്സിൽ ഒരുപാട് മോണമെൻറ്റുകളൊക്കെ ഇങ്ങനെ ഉണ്ട് ഗൈസ്. അതൊക്കെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് ഏതാണെന്ന് ചോദിച്ചാൽ ഒന്നിനകത്ത് പേരൊന്നും എഴുതി വെച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കും അറിയില്ല പറഞ്ഞു തരാനായിട്ട്. പക്ഷെ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള പുരാതന കാലത്ത് പണ്ട് കാലത്ത് ഉണ്ടാക്കിയ സാധനങ്ങളല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ നിർമ്മിതിയുടെ ആ ഒരു ഭംഗി കാണുമ്പോൾ നമുക്കിങ്ങനെ ആശ്ചര്യപ്പെട്ട് നിന്ന് പോകുന്ന തരത്തിലുള്ള ഭംഗിയാണ്. കൊള്ളാം. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് ഞാൻ തന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേരൊക്കെ ഇവിടെ ബോട്ടിൽ വെള്ളം നിറച്ചിട്ടൊക്കെയാണ് ബോളിന് പകരം ക്യാച്ച് എടുത്ത് കളിക്കുന്നത്. കൊള്ളാം കേട്ടോ. ഗൈസ് ഇവിടെ പ്രത്യേകിച്ച് അഡ്വഞ്ചറൊന്നുമില്ല. ഒരു പാർക്ക് പോലെ നമുക്ക് വന്നിരിക്കാൻ പറ്റുന്ന കുറച്ചൊരു പ്ലേയിങ് ഏരിയക്കുള്ള ഒരു പുൽമേട് പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് മന്ദിരങ്ങൾ, ഒരുപാട് മോണുമെൻറ്റ്സും ചരിത്ര സ്മാരകങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട് പലയിടത്തായിട്ടും. പിന്നെ മ്യൂസിയം ഉണ്ട്. പിന്നെ ചെങ്കോട്ടയുടെ മെയിൻ ആ ഒരു കോംപ്ലക്സും വരുന്നുണ്ട്. ഒരു കോട്ട മതിൽ, അതാണ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ഒരു കോട്ട മതിൽ. അതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ കോട്ടയെന്ന് വിശേഷിപ്പിക്കുന്നത്. നമ്മൾ പുറത്ത് നോക്കുമ്പോൾ ഫ്രണ്ടിലുള്ള ആ ചുറ്റുമതിലും ആ ഒരു ഫ്രണ്ടിലുള്ള ആ ഒരു സ്മാരകം പോലെ ഇരിക്കുന്ന ആ ഒരു ഗോപുരം മാത്രമേ കാണുന്നുള്ളൂ. ഉള്ളിൽ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. ഗൈസ് ഇവിടെ ഒന്നൊരു മലയാളം കൂടെ പരിചയപ്പെട്ടു കേട്ടോ. പേരെന്തായിരുന്നു? അശ്വിൻ. പാലക്കാട്ടുകാരനാണ് കേട്ടോ. ഇവിടെ പഠിക്കുന്നതാണ്. അപ്പോൾ റെഡ് ഫോർട്ടിലെ കാഴ്ചകളൊക്കെ ഇത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോൾ റെഡ് ഫോർട്ടിലെ കാഴ്ചകളൊക്കെ ഇത്രേ ഉള്ളൂ. അപ്പോൾ നാളെ നമുക്ക് ആഗ്രയ്ക്ക് പോകേണ്ടതാണ് താജ്മഹലൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നിന് ഡൽഹിയിലെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇന്ന് രാത്രിയോടെ ഞാൻ ആഗ്രയ്ക്ക് പോകാൻ വേണ്ട പരിപാടിയാണ്. അതെ അതെ. ഇവിടെ തന്നെ തിയേറ്ററിൽ ഷോയൊക്കെ ഉണ്ട്. അതിന് 200 രൂപ ടിക്കറ്റ് എടുത്ത് വേറെ കയറണം കേട്ടോ. അതൊക്കെ എനിക്ക് അതിനോട് താല്പര്യമില്ല കേസ്. അതുകൊണ്ട് ഞാൻ പിന്നെ തിരിച്ച് ഇറങ്ങാൻ വേണ്ടി പോവാണ്. നേരെ ഇനി റെഡ് ഫോർട്ടിൻ്റെ പുറത്തിറങ്ങിയിട്ട് വീണ്ടും വിശക്കുന്നുണ്ട്. ഇത്ര ദൂരം നടന്നതല്ലേ, പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബാക്കി തീരുമാനിക്കും എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ഗൈസ് റെഡ് ഫോർട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടു. ഞാൻ അതാ വെളിയിറങ്ങുകയാണ്. സോ ഇന്നത്തെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് നാളെ ഇനി വീണ്ടും ആഗ്രയിലേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ആഗ്രയിൽ നിന്ന് നമുക്ക് വീണ്ടും കാണാം. അതിലേക്ക് ബൈ ഫ്രം എക്സോട്ടിക് ബീസ്റ്റ്. ഗൈസ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മുറുക്കതാ 10 രൂപയ്ക്ക് ഒരു കവർ താ. അങ്ങനെ ഞാൻ വാങ്ങിച്ചു ബയ്യെടുത്ത്. തിരക്കുണ്ടോ? ഇത്രയും തിരക്കിനിടയിൽ നമ്മൾ റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര തിരക്ക്, ഹെവി ട്രാഫിക്. അതായത് മെയിൻ ടൗൺ ആയതുകൊണ്ടേ ഭയങ്കര തിരക്ക് എപ്പോഴും.